അടിയന്തരമായ ലാൻഡിംഗ് നടത്തിയ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ബ്രിട്ടീഷ് റോയൽ നേവിയുടെ F-35B സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തുടരുകയാണ്. ഇന്ത്യൻ നാവികസേനയുമായി സംയുക്ത അഭ്യാസം പൂർത്തിയാക്കിയ UK-യുടെ HMS പ്രിൻസ് ഓഫ് വെയിൽസ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു ഈ വിമാനം. ഇന്ധനം തീർന്നതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് അടിയന്തരമായി ഇറക്കുകയായിരുന്നു. വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിനുണ്ടായ തകരാറ് പരിഹരിക്കാത്തതാണ് മടക്കയാത്ര വൈകിപ്പിക്കുന്നത്. ആഴക്കടലിലെ സൈനികാഭ്യാസത്തിനിടെ ഇന്ധനക്കുറവ് ഉണ്ടായതിനെ തുടർന്ന് രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇറക്കിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35 അഞ്ചാം ദിനവും തിരുവനന്തപുരത്ത് തുടരുകയാണ്. ഇതോടെ യുദ്ധവിമാനത്തിന്റെ സുരക്ഷ CISF ഏറ്റെടുത്തു. വിമാനത്താവളത്തിലെ ബേ നമ്പർ 4-ലാണ് ഇപ്പോൾ വിമാനമുള്ളത്. ശനിയാഴ്ച രാത്രി 9:30ഓടെയായിരുന്നു യുദ്ധവിമാനം അടിയന്തരമായി തിരുവനന്തപുരത്ത് ഇറക്കിയത്. വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിലുണ്ടായ തകരാർ പരിഹരിക്കാനാകാത്തതാണ് മടക്കയാത്ര വൈകിപ്പിക്കുന്നത്. അന്തർദേശീയ ബന്ധങ്ങളും രാജ്യസുരക്ഷയും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി F-35 വിമാനത്തിന് സുരക്ഷ ഏർപ്പെടുത്തിയതായി CISF എക്സിൽ കുറിച്ചു. വിമാനത്തിന് കാവലേർപ്പെടുത്തിയ ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാവികസേനയും ബ്രിട്ടീഷ് നാവികസേനയും സംയുക്തമായി അറബിക്കടലിൽ സംഘടിപ്പിച്ച സംയുക്ത സൈനികാഭ്യാസത്തിനായി എത്തിയ HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന യുദ്ധക്കപ്പലിന്റെ ഭാഗമാണ് F-35. വിമാനത്തിന്റെ തകരാർ പരിഹരിക്കാനാകാത്തതിനാൽ ആഴക്കടലിൽ തുടരുന്ന വിമാനവാഹിനി കപ്പലായ പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്ന് സൈനിക ഹെലികോപ്റ്ററിൽ വ്യോമസേന പൈലറ്റ് ഫ്രെഡി ഉൾപ്പെടെ 9 അംഗ സംഘത്തെ ഇവിടെ എത്തിച്ചിരുന്നു. ഇവരിൽ ഫ്രെഡിയെയും 2 സാങ്കേതിക വിദഗ്ധരെയും ഇവിടെ നിർത്തിയ ശേഷം വിമാനത്തിന്റെ പൈലറ്റ് മൈക്കിനെയും കൂട്ടി ഹെലികോപ്റ്റർ കപ്പലിലേക്ക് മടങ്ങി. വിമാനത്തിന്റെ സാങ്കേതിക പിഴവുകൾ പൂർണ്ണമായി പരിഹരിച്ച ശേഷമാകും ബ്രിട്ടീഷ് സംഘവും വിമാനവും ഇവിടെ നിന്നും പുറപ്പെടുക. ജനം, തിരുവനന്തപുരം.